അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ ഒരു CM മടവൂരിൻ്റെ കറാമത്ത് പറഞ്ഞ് സ്വന്തം കച്ചവടത്തിന് പച്ച പിടിപ്പിക്കുന്ന ഒരാൾ, പണ്ടൊരാൾ ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു, കച്ചവടം പച്ച പിടിപ്പിക്കുമോനെ, അല്പം പച്ച പിടിപ്പിക്കുക. ജോലിക്കാരോട് പറയുന്നതാണ്, നല്ലപോലെ ഉഷാറായി പണിയെടുക്കാൻ വേണ്ടി പറയുന്നതാണ് കച്ചവടം പച്ച പിടിപ്പിക്കാൻ. അതുപോലെ ഇദ്ദേഹം സ്വന്തം കച്ചവടത്തിന് പച്ച പിടിപ്പിക്കാൻ വേണ്ടി ഒരു കഥ. കൊറോണ സമയത്താണ് അവിടെ ആളുണ്ടായിരുന്നതും അവിടെ ഫലമുണ്ടായതും. എത്ര ആൾക്കാർക്കാണ് പരിഹാരം കിട്ടിയത് മടവൂരിൽ പോയി. കൊറോണ സമയത്ത് പോയ കഥയാണിത്. ബാക്കി സമയത്ത് എല്ലാവരും പോകുന്നുണ്ടല്ലോ, ഫലവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് ആദ്യം കേൾക്കാം സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ്. നമുക്ക് വിളിക്കാലോ, ഏതു സമയത്തും മഹാനായ ശൈഖുനെ വിളിക്കാം, നമ്മളെ പ്രയാസങ്ങൾ പറയാം, നമ്മളെ പ്രതിസന്ധികൾ പറയാം. കണ്ടില്ലേ നിങ്ങൾ, കൊറോണ സമയത്ത് പോലും മടവൂര് മക്കാമിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ട് പോലും ആ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് എത്രയോ ആളുകളാ വന്നിട്ടുള്ളത്. കാരണം എന്താ, അവിടെ വരുന്നവർക്കൊക്കെ പരിഹാരമാണ്. മാരീദി അദ്ഗീബാവ നഞ്ചീനായ ശൈഖനാ മടവൂർവാലി. എത്ര പ്രതിസന്ധികൾക്കാ പരിഹാരം, ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുകയല്ല. കേട്ടല്ലോ സഹോദരന്മാരെ, അവിടെ കൊറോണ സമയത്ത് ഒരുപാട് ആൾക്കാർ വരികയും അവിടെ നിന്ന് പരിഹാരം കിട്ടുകയും ഉണ്ടെന്ന് ചെയ്യുന്നു. അതുപോലെ കൊറോണ സമയത്ത് എല്ലാ സ്ഥലങ്ങളും അടച്ചിരുന്ന സമയത്ത് മടവൂർ, അതുപോലെ കോഴിക്കോട് സിറ്റി, കോഴിക്കോട് ഒട്ടാകെ ഏത് രീതിയിലായിരുന്നു എന്ന് അതും ഒരു സീൻ കണ്ടാൽ, അതൊരു വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാം ഇദ്ദേഹം പറയുന്ന പച്ചക്കള്ളം അത് എന്താണ്, ഏത് രീതിയിലാണ് പറയേണ്ടത്. ഇതിന് ജനങ്ങൾക്ക് ഇതിനെ വിശ്വസിപ്പിക്കണോ? അത് വിശ്വസിക്കുന്ന മണ്ടന്മാരുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇവർ പറയുന്നത്. അത് എന്ത് പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കും. അതുകൊണ്ട് ആ ഒരു സ്ഥിതിയിലുള്ള അന്നത്തെ അവസ്ഥ കോഴിക്കോട് സിറ്റിയുടേത് മാത്രം നിങ്ങൾ കാണുക, സിറ്റിയും ഒട്ടാകെയും എല്ലാം ആ ഒരു വീഡിയോ കാണുക, പിന്നെ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. കണ്ടല്ലോ സഹോദരന്മാരെ, ഇതൊരു 2-3 വർഷത്തിന് മുമ്പത്തെ കാര്യമാണെങ്കിലും ആ സമയത്ത് ഗൾഫിൽ നിന്ന് ഒരുപാട് ആൾക്കാർ നാട്ടിലേക്ക് വന്നു, അവിടുന്ന് തിരിച്ചയച്ചു, വന്ന് ക്വാറന്റൈനിലിരുന്നു, കൊറോണ ബാധിതരായി ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു. ഒരുപാട് ആൾക്കാർ അസുഖമായി നിരന്തരം അസുഖം തുടങ്ങി. ഒരുപാട് ആൾക്കാർ, ഭയപ്പെടാത്ത ആൾക്കാർ അതിൽ നല്ല രീതിയിൽ ആ സമയത്തും ജീവിച്ചു, ഇപ്പോഴും ജീവിക്കുന്നുണ്ട്.
ഇതെല്ലാം ഫലം മടവൂരിൽ നിന്നാണ്. മടവൂർ ഷെയ്ഖിൻ്റെതാണ്. അവിടെ പോയ ആൾക്ക് എല്ലാവർക്കും പരിഹാരമുണ്ടായി. പോകാനേ അസാധ്യമായ സമയമാണ്. പിന്നെ എവിടെ നിന്നാണ് മടവൂരിലേക്ക് ആൾ പോയത്? എന്താണ് പരിഹാരം കിട്ടിയത്? നഷ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നവർക്ക് ജോലിയില്ലാതായി. മരണപ്പെട്ടു ഒരുപാട് ആൾക്കാർ. മയ്യത്ത് അടക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥ ഉണ്ടായി. എന്തെല്ലാം സംഭവിച്ചതാണ്. അതിന് ഈ കൊറോണ സമയത്ത് ഈ CM മടവൂരിൽ നിന്ന് എന്തെങ്കിലും ഒരു പരിഹാരം ലഭിച്ചത് പറയാമോ? പറയാൻ സാധ്യമാണോ? അള്ളാഹുവിൽ നിന്ന് വരുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ആപത്തുകൾ ഓരോ സമയത്ത് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്ന ആപത്തുകൾ അത് അള്ളാഹു തന്നെ അതിനെ നീക്കുന്ന ഒരു സമയത്ത്. അതിൽ ഒരുപാട് ആരെയാണ് മരിക്കേണ്ടത് അവർ മരിക്കും, ആർക്കാണ് സുഖപ്പെടേണ്ടത് അവർ സുഖപ്പെടും. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇദ്ദേഹം പറയുന്നത് ഒരുപാട് നിബന്ധനകൾ ഉണ്ടായിട്ട് പോലും കൊറോണ സമയത്ത് അവിടെ പരിഹാരമാണ് എന്ന്. എന്താണ് സഹോദരന്മാരെ പറയുന്നതിനൊരു അതിര് വേണ്ടേ? ഇത്രയും പറഞ്ഞ് ഈ വെള്ള വേഷധാരികളുണ്ടല്ലോ, ഇവരുടെ കച്ചവടം പച്ചപിടിപ്പിക്കാൻ വേണ്ടി, ജോലി ചെയ്ത് ജീവിക്കാനല്ല, ഇതുപോലെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാം. മടവൂരിലേക്ക് വരണം, പോകട്ടെ പോകുന്നവർ. ഇവർ എന്തിനു വേണം കള്ളം പറയാൻ? റമദാൻ മാസം അടുത്തു. അപ്പോൾ ഇദ്ദേഹം ചെയ്യേണ്ടത്, ഇദ്ദേഹത്തിൻ്റെ കൂട്ടരും അതുപോലെ വിശ്വസിക്കുന്നവരും, ഇവിടെ അവസാനം ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം ഉസ്താദ് പറയുന്നു, അതുപോലെ ചെയ്യാം. പിന്നെ അതിൻ്റെ ശേഷം നോമ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം, റമദാൻ മാസം കഴിഞ്ഞതിൻ്റെ ശേഷം ആദ്യം തുടങ്ങാം, കച്ചവടം പച്ചപിടിപ്പിക്കാം, പച്ച കള്ളം പറയാം. അതിനവസാനം കേൾക്കുക സഹോദരന്മാരെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു അവന്റെ അടിമയോട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അല്ലാഹു അഫ്റഹു ബിതൗബതി അബ്ദിഹി. അടിമയൊന്ന് തൗബ ചെയ്യുമ്പോ, തന്റെ അടിമയൊന്ന് ഖേദിച്ചു മടങ്ങുമ്പോ, തന്റെ അടിമയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണീരിറ്റുമ്പോ അല്ലാഹുവിനുള്ള സന്തോഷം പോലെ മറ്റൊരു സന്തോഷമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എപ്പോഴെങ്കിലും റബ്ബിനെ ഓർത്തൊരു തുള്ളി കണ്ണീര് വന്നിട്ടുണ്ടോ? ചെയ്ത തെറ്റിനെ തൊട്ട് തൗബ ചെയ്തിട്ടുണ്ടോ? റബ്ബിനോട് ഖേദിച്ചു മടങ്ങിയിട്ടുണ്ടോ? എന്തിനൊക്കെ ഓർത്തിട്ട് കരയാൻ കഴിഞ്ഞിട്ടുണ്ട്? എപ്പോഴൊക്കെ നിങ്ങൾക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്? ഈ കൊറോണ വന്ന ശേഷം, നിരന്തരമായ പരീക്ഷണങ്ങൾ വന്ന ശേഷം, പല പ്രതിസന്ധികളും നിങ്ങൾക്ക് വന്ന ശേഷം, ഒരിക്കലെങ്കിലും സൃഷ്ടിച്ച റബ്ബിനോട് ചെയ്തു പോയിട്ടുള്ള അരുതായ്മകൾ ഓർത്തുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീർ തന്റെ കണ്ണിൽ നിന്ന് ഈറ്റ് വീണ വല്ല മുഅ്മിനുമുണ്ടോ?